വിവിധ തരത്തിലുള്ള ശക്തിയെക്കുറിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാറ്റിന്റെ ശക്തി, കറണ്ടിന്റെ ശക്തി, ഇടിമിന്നലിന്റെ അപാരമായ ശക്തി, നമുക്കത് അളന്ന് തിട്ടപ്പെടുത്താൻ കൂടി കഴിയില്ല. ഇങ്ങനെ ശക്തികളെ കുറിച്ച് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ശക്തി നിറയുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മാമോദിസ സ്വീകരിച്ച അവസരത്തിൽ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. യേശുവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക്, തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ശക്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ആ പരിശുദ്ധാത്മ ശക്തിയിലാണ്, ആത്മാവിന്റെ നിറവോടെയാണ് യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ജീവിതം മുഴുവൻ. ആ അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ധാരാളം രോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സൗഖ്യമാക്കുന്നു. യേശുവിൽ ശക്തി നിറഞ്ഞതുകൊണ്ട് യേശുവിൽ ശക്തി പുറപ്പെട്ട് അവരെ സൗഖ്യമാക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബൈബിളിൽ നമുക്ക് കാണാം, രക്തസ്രാവ സ്ത്രീ യേശുവിൽ നിന്ന്, യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോഴേക്കും ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടുന്നു. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് യേശു തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോ നമുക്ക് ഈ ശക്തിയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കണം എന്ന വലിയ പാഠമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസമില്ലാതെ കർത്താവിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് പകരപ്പെടുകയില്ല. ഇപ്പോൾ കറണ്ട്, നമ്മുടെ വീടിന്റെ മുൻവശത്തുള്ള ഇലക്ട്രിക് കമ്പിയിലൂടെ കറണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു ഉണക്കവടി അതിൽ സ്പർശിച്ചിരുന്നാൽ അതിലൂടെ കറണ്ട് പ്രവഹിക്കുകയില്ല. എന്നാൽ പച്ചയായ കമ്പുകളെല്ലാം മുട്ടിയാൽ അതിലൂടെ കറണ്ട് പ്രവഹിക്കും. ഇതുപോലെ ഉണക്കവടി പോലുള്ള വിശ്വാസമാണ് നമ്മൾക്കുള്ളതെങ്കിൽ അവനിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് നിർഗളിക്കുകയില്ല. അപ്പോ യേശുവിൽ ശക്തി നിറഞ്ഞു. ആ ശക്തി നിറഞ്ഞതുകൊണ്ടാണ് യേശുവിൽ നിന്ന് ശക്തി മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത്. ഒഴുകാൻ തടസ്സം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ കുറവ്, വിശ്വാസത്തിന്റെ കുറവ് യേശുവിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് ഒഴുകുവാൻ തടസ്സമാണ്. ഇനി നോക്കുക, യേശുവിൽ മാത്രമാണോ ശക്തി നിറഞ്ഞിട്ടുള്ളത്? അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം, അപ്പോസ്തലന്മാരിൽ സ്വർഗത്തിന്റെ ആ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുന്നു. അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ ശക്തിയുടെ നിറവ് യേശുവിൽ മാത്രമല്ല, തന്റെ അപ്പോസ്തലന്മാർക്കും അന്ന് ഒരുമിച്ച് കൂടിയ 120ഓളം പേരിൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശക്തിയിലാണ് പത്രോസ് പ്രസംഗിക്കുന്നതും 3000ഓളം ആളുകൾ മാനസാന്തരപ്പെടുന്നു. യേശുവിൽ നിന്ന് ശക്തി പിന്നെ അപ്പോസ്തലന്മാരിൽ നിറയുന്നു. ഈ നിറവോടുകൂടിയാണ് അവരുടെ പ്രവർത്തനം മുഴുവൻ. പിന്നീട് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെട്ടത് വെറും മുക്കുവനായിട്ടുള്ള ആ മനുഷ്യന്റെ കഴിവാണോ? ഒരിക്കലുമല്ല. പരിശുദ്ധാത്മ ശക്തി അദ്ദേഹത്തിൽ നിവേശിച്ചതിനെ തുടർന്നാണ് അത്രയും ശക്തമായും ആളുകളെ യേശുവിലേക്ക്, ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ആ പ്രവർത്തനം അവിടെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ പത്രോസിൽ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നിഴലെങ്കിലും അടിച്ച് ആളുകൾക്ക് സൗഖ്യം കിട്ടുവാൻ ഇരുവശങ്ങളിലുമായി ആളുകളെ കൊണ്ട് കിടത്തിയിരുന്നു. ഓർത്ത് നോക്കൂ, നടന്നു പോകുമ്പോൾ അപ്പോസ്തലന്റെ നിഴലടിക്കുമ്പോൾ രോഗശാന്തി കിട്ടുവാൻ വേണ്ടി. അങ്ങനെ രോഗശാന്തി കിട്ടി എന്ന് അപ്പോസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ആ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിഴലടിച്ച് സൗഖ്യം കിട്ടുന്ന കാര്യങ്ങൾ നമുക്കവിടെ ഹൃദയസ്ഥമാക്കാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഈ ശക്തി വെറുതെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ശക്തിയാണോ, അല്ലെങ്കിൽ ഒരു അത്ഭുതങ്ങൾ നടന്നു കിട്ടാനുള്ള ശക്തിയാണോ? അങ്ങനെയല്ല നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. പിന്നെയോ മനുഷ്യരുടെ ജീവിതങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അത് കാണാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് പുതുജീവൻ നൽകും. അപ്പോൾ നമുക്ക് പുതുജീവൻ നൽകുന്നതാണ് പരിശുദ്ധാത്മ ശക്തി.
യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്നിൽ വസിക്കുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് പുതുജീവൻ നൽകും. അപ്പൊ പുതുജീവൻ നമുക്ക് കിട്ടുന്നത്, ഒരു 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 പുത്തൻ ഉണർവ് കിട്ടുന്നത്, ഒരു നവീകരണ അനുഭവം കിട്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടതും അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ് അവരിൽ നിന്ന് പുറപ്പെട്ടതും മനുഷ്യർക്ക് പുതുജീവൻ പകരാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായി രോഗശാന്തി കിട്ടിയേക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗശാന്തിയല്ല, കടം മാറുന്നതല്ല, പിന്നെയോ മനുഷ്യന്റെ ജീവിതത്തെ നവീകരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ജീവിതത്തെ നവീകരിക്കുന്ന ആത്മാവാണ്. നമുക്ക് നമ്മളെ പുതിയ സൃഷ്ടികളാക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്ത് തിരുനാളിന്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിലായിരിക്കുന്ന നമുക്ക് ആ പുതുജീവിതം, കർത്താവെ എനിക്കൊരു പുതുജീവിതം നൽകണമേ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പുതുജീവിതം നൽകണമേ, ഒരു നവീകരണ അനുഭവം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. പുതിയ മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള കൃപ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് തരാതിരിക്കുമോ? കർത്താവിന്റെ തന്നെ ആഹ്വാനം എന്താണ്? ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന. നമുക്ക് ആത്മാർത്ഥമായ കർത്താവിനോട് ചോദിക്കാം, കർത്താവെ എന്നെ പുത്തൻ മനുഷ്യനാക്കി മാറ്റണമെന്ന്. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.